السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു ഏകനാണ്. എല്ലാത്തിനെയും പരിപാലിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നിവക്ക് തെളിവായി അള്ളാഹു സുബ്ഹാനഹു തആല മറ്റു ചില കാര്യങ്ങൾ ഇവിടെ ഈ സൂറത്തിൽ ഈ ആയത്തിൽ അവതരിപ്പിക്കുകയാണ്. കാലികളും അവയിൽ നിന്നുള്ള രോമവസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും മറ്റ് പ്രയോജനങ്ങളും. മനുഷ്യർ താമസിക്കുന്ന വീടുകൾ രണ്ട് വിധമാണ്. ഒന്ന് സ്ഥിരവാസത്തിനുള്ളവയും മറ്റൊന്ന് താൽക്കാലിക വാസത്തിനുള്ള തമ്പുകളും മറ്റുമാണ്. ഇവ ഉണ്ടാക്കുന്നത് പഴയ കാലത്തു തോല് കൊണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉഷ്ണപ്രദേശങ്ങളിൽ അറബികൾക്ക് യാത്രയിൽ ഇവ വളരെ ഉപകാരപ്രദമായിരുന്നു. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എളുപ്പം കൊണ്ടുപോകാനും അതുപോലെ അതിനെ ഒരു സ്ഥലത്ത് സ്ഥാപിക്കാനും അവയുടെ ആകൃതി മാറ്റാനുമൊക്കെ പറ്റും. ലഗൻ എന്ന വാക്ക് വെള്ളവും മേച്ചിൽ സ്ഥലങ്ങളും അന്വേഷിച്ച് മരുഭൂമിയിലൂടെയുള്ള യാത്ര എന്നാണ്. ഔസാഫ് എന്നാൽ ആടിൻ്റെ രോമം, ഔബാർ എന്ന് പറഞ്ഞ ഒട്ടകത്തിൻ്റെ രോമം, അഷാർ എന്ന് പറഞ്ഞ കോലാടിൻ്റെ രോമം. വീട്ടുപകരണങ്ങൾക്കാണ് അസാസ് എന്ന് പറയുക. വസ്ത്രവും വിരിപ്പും പരവതാനിയുമൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് രോമവസ്ത്രങ്ങൾ നമ്മൾ തന്നെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇലാഹീൻ എന്നതിനർത്ഥം അവ നശിക്കുന്നത് വരെ, അല്ലെങ്കിൽ അവ മരിക്കുന്നത് വരെ, അതുമല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ എന്നൊക്കെ അർത്ഥം നൽകി. അസാസും മതാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യത്തേത് വിരിക്കുന്നതും പുതക്കുന്നതും, രണ്ടാമത്തേത് അലങ്കരിക്കുന്നതും ഉടുക്കുന്നതും മറ്റുമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിത്തുടങ്ങിയാൽ അതൊരിക്കലും എണ്ണി തീർക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.